ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ് കാലിഫോർണിയയിലേക്ക്. ഞാനിങ്ങനെ യാർഡ് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ദേവസ്യാജൻ ഓൾറെഡി വന്ന് ട്രക്ക് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സാറിവിടെ ഇല്ലേ? ഹലോ, പുതിയ ട്രെയിലറാ അല്ലേ? 519 കാണുമ്പോഴൊരു ബ്രാൻഡ് ന്യൂ ലുക്ക്. പേപ്പർ വർക്കൊന്നും ഇല്ലല്ലോ സാറേ? ഞാൻ കണ്ടു. എന്താ കമ്പനി നശിക്കുവാണോ? നമ്മളെ കമ്പനി പുതിയ കുറെ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം അവരൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. പേപ്പർ വർക്കില്ല, പോണ വഴിക്ക് പ്രിന്റ് എടുത്തോണ്ട് വേണം പോകാൻ. ആ ടയറൊക്കെ നല്ല പുത്തൻ ടയർ, പുത്തൻ ട്രെയിലർ. അതെ അതെ അതെ, അത് ശരി. പുതിയ ആകുമ്പോ അതാ പ്രശ്നം, എല്ലാക്കെ പിടിപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മള് സാധനം കൊണ്ട് മറ്റേ വേറൊരു കമ്പനിയുടെ എനിക്കൊന്ന് ട്രെയിലർ ആകുന്നു. നമ്മള് സാധാരണ ഗ്രേറ്റ് ഡൈൻ്റെ ട്രെയിലർ അല്ലേ നമുക്ക്? അല്ലേ? കണ്ടതുണ്ടോ, സാധാരണ നമ്മുടെ എല്ലാ ട്രെയിലറും ഈ ഗ്രേറ്റ് ഡൈൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. പക്ഷെ അതാണ്ട് ഈ പുത്തൻ ട്രെയിലർ സീ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ട്രെയിലറാണ്. നമ്മൾ മൊത്തത്തിൽ പേപ്പർ വർക്കും പ്രീ ട്രിപ്പും എല്ലാം ചെയ്തു. വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ യാത്രയെല്ലാം മുന്നോട്ട് വന്ന സമയം ഇപ്പം ഏകദേശം 9:30 വൈകുന്നേരം. നമ്മളിപ്പോൾ അയോവയിലാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗിങ് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ നേരത്ത് ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നി. കാരണം നിങ്ങൾ ഇന്നലെ വരെ കണ്ട വീഡിയോസ് എല്ലാം ഏകദേശം 1.5 മാസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എഡിറ്റിങ്ങിലെല്ലാം താമസിച്ചു. മറ്റ് പല കാര്യങ്ങളും എല്ലാം നമ്മളെ ബാധിച്ച കാരണം നമ്മുടെ വീഡിയോസും വ്ളോഗിങ്ങും ഒന്നും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ ചെയ്യാൻ പറ്റിയില്ല. ഏതാണ്ടൊക്കെ ഭയങ്കര ഇമോഷനൊക്കെ ചേർത്ത് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കട്ട ക്രിഞ്ച്. അതുകൊണ്ട് എഡിറ്റിങ് അതൊക്കെ മ്യൂട്ട് ചെയ്ത് സംഭവം ചുരുക്കി ഞാൻ പറയാം. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ആ പഴയ ഡെയിലി വ്ളോഗിങ് ഉണ്ടല്ലോ, അത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വ്യൂസ് കുറഞ്ഞു പോയത് നമ്മളെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്തെങ്കിലും നമ്മളെ എന്തിട്ടാലും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏകദേശം 12,000-ഓളം പേര് നമ്മുടെ ഫാമിലിയിലില്ലേ. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത്. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ വീണ്ടും നമ്മുടെ ആ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കണേ. സാറാ, സിക്കിമിലെ ടണലിലൊരു അപകടം നടന്നറിഞ്ഞായിരുന്നോ? എവിടുത്തെ? സിക്കിമില്ലേ, സിക്കിം, നമ്മുടെ ഇന്ത്യയിലോ? ഞാനും അറിഞ്ഞില്ല. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഗോസ്റ്റ് റൈഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രോ നമുക്ക് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. Bro, hope you came to know about the Sikkim tunnel accident happened yesterday. One of our favorite YouTuber, scientific Malayali named Anish Mohan has lost his life in that accident. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കാ ബ്രോ ഈ കമന്റ് ഇട്ടേക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇതുപോലെ ഗൂഗിൾ നോക്കിയത്. നമ്മുടെ സിക്കിമിലെ ഒരു ടണൽ കൊളാപ്സ് ചെയ്തിട്ട് ഏകദേശം 14 പേരോളം ടോട്ടൽ മരിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ അത് സയന്റിഫിക് മലയാളി എന്ന് പറഞ്ഞുകൊണ്ടൊരു അടിപൊളി യൂട്യൂബർ ഉണ്ടായിരുന്നു, ഞാനൊക്കെ സ്ഥിരം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അനീഷ് മോഹൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ കിഡിലും ഞാനല്ല ഇങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, വേറെ എന്താണ്ടൊക്കെ പരിപാടി പുള്ളിക്കുണ്ട് സയന്റിഫിക്. പുള്ളി മരിച്ചു പോയിരുന്നു അതിനകത്ത് ആ ആക്സിഡന്റിൽ.
എന്റെ ദിവസം നമ്മളെന്നും കണ്ടോണ്ടിരിക്കുന്ന പുള്ളിയാ പുള്ളിയുടെ വീഡിയോ വരുമ്പോഴൊക്കെ. ടണൽ ഇടിഞ്ഞു വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിക്കിം ടണൽ ട്രാജഡി. മലയാളി ജിയോളജിസ്റ്റ് കിൽ വാസ് എ പോപ്പുലർ സയൻസ് വ്ലോഗർ. 14 അല്ല 22 ബോഡീസ് റിക്കവേർഡ് എന്നാണ് ഇപ്പോഴത്തെ ന്യൂസിൽ കാണിച്ചത്. ഇനിയിപ്പം ഇതിലും കൂടുതലുണ്ടാവുമെന്ന് അറിയില്ല. സഡൻ ബേർസ്റ്റ് ഓഫ് സസ്പെക്റ്റഡ് മീഥേൻ ഗ്യാസ് ട്രാപ്ഡ് inside the rocks led to the explosion, generating dense fumes and toxic gases inside the tunnel. അത് വണ്ടി എന്നുള്ളതാണോ അതോ? അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ, ഡീറ്റെയിൽ വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ. ഇത് വാർത്ത എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് പണിത്, കാരണം ഈ പുള്ളിക്ക് സയൻസ് പരമായിട്ട് എന്തൊക്കെയോ ജോലിയാണ് പുള്ളിയുടെ ശരിക്കും ജോലി. യൂട്യൂബ് പുള്ളി സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കിത് പണിതുകൊണ്ടിരുന്ന ഒരു ഇതാണോ എന്നൊരു സംശയമുണ്ട്. പ്രൊജക്ട് സൈസ് ആണ്. അപ്പൊ അത് ഡീറ്റെയിൽ പിന്നീട് നോക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷെ എന്തായാലും കാരണം ഈ മീഥേൻ ഗ്യാസ് സ്റ്റക്കായിട്ട് അത് ബേഴ്സ്റ്റ് ആവുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പണിതുകൊണ്ടിരുന്ന ടണലായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ഇത് കൊണ്ടുവന്ന ടാങ്കർ പോലും അങ്ങനെയല്ലേ സംഭവിക്കുക. അതെ 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 അതെ. പക്ഷെ ഏറ്റവും രസം എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നതേ, അയ്യോ മനുഷ്യന്റെ കാര്യം എങ്ങനെയാ എപ്പോഴാന്നുള്ളത് അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റും. എന്റെ പൊന്ന് ദേവസ്യാച്ചാ, നമ്മള് ചെറുപ്പക്കാരൻ മനുഷ്യൻ, സയന്റിഫിക് മലയാളി നമ്മുടെ ഇത് പറഞ്ഞപ്പോഴാണ് ചിലപ്പോ നാട്ടില് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴേ നമ്മുടെ അടുത്ത് ഒരു നമുക്ക് ഇച്ചിരി ബന്ധമുണ്ട്. അപ്പൊ അവിടെ എനിക്കൊന്ന് പുള്ളിക്കാരത്തേക്ക് 50-55 വയസ്സ്, ഭാര്യയും ഭർത്താവും ഉള്ളു, പിള്ളേരൊക്കെ പുറത്താ വെളിയിൽ. അപ്പൊ വൈകുന്നേരം ഇങ്ങനെ അവിടുത്തെ പുള്ളി കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഫ്രണ്ടിലത്തെ തിണ്ണലെ കസേരയിലെ വൈഫ് ഇരിക്കുക. അപ്പൊ പത്രം എന്തോ ഇങ്ങനെ പത്രം പോയിക്ക് എന്തോ നീ ഇവിടെ ഇരിക്കുവാണോ? ഞാൻ കിടക്കാൻ പോവാ. അതുകൊണ്ട് പുള്ളി പോയി കിടന്നു. പുള്ളി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കട്ടിലെ ആളെ കാണുന്നില്ല. അപ്പൊ പുള്ളിക്കാരി നോക്കും, രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോകാതിരിക്കും. പുള്ളി എണീറ്റ് തിന്നാൻ വന്ന് നോക്കിയപ്പം ഇന്നലെ വൈകുന്നേരം ഇരുന്ന് അതേവിടെ ഇരിക്കുക. ഇന്നലെ വൈകുന്നേരം പുള്ളിക്കാരത്തി മരിച്ചിരിക്കുക. അവിടെ ഒരു കുഴപ്പമില്ലാത്ത സൈലന്റ് അറ്റാക്ക് പോലെയുള്ള സംഭവങ്ങൾ വരുന്നു. അതുപോലെ നമ്മളെ ആ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ട്രക്ക് ആക്സിഡന്റ് മരിച്ചുപോയ ആളല്ലേ നമ്മളെ ലണ്ടനില്. അപ്പൊ അതും ഇതുപോലെ വിവരം അറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സങ്കടമുള്ള കാര്യം കേട്ടോ. ആ ട്രക്കിംഗ് കമ്പനിക്കാർ അവരെ പറ്റിച്ചെന്നേ. അവരുടെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ കട്ട് ചെയ്തിട്ട് അവരെടുക്കുവാണല്ലോ. അവര് പൈസ കട്ട് ചെയ്യുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കമ്പനി അവർക്ക് ഇൻഷുറൻസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് അത് ഇന്ന് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തോ, അത് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്തോ, റീഇംബേഴ്സ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർക്കൊന്നും കൊടുത്തില്ല. പിന്നീട് ആകെ കൂടി കഷ്ടമാണ് അവരുടെ കാര്യമൊക്കെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ സംഭവം എന്നാന്ന് വെച്ചാൽ അതിൽ ഒരാൾ മരിക്കുകയും ഒരാൾ സർവൈവ് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പൊ ആ സർവൈവ് ചെയ്തവനാണ് ഇപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് നന്നായിട്ട് പരിക്ക് പറ്റിയായിരുന്നു. ഈ പരിക്ക് പറ്റിയതിനേക്കാളൊക്കെ ഉപരി ഇവന്റെ മനസ്സിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ, കൂടെ ഉണ്ടായിരുന്ന ഒരാള് പോയതിന്റെ. അപ്പൊ അതിന്റെ ഏറ്റവും അവനെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ, ഈ മരിച്ചു പോയ ആള് ഇച്ചിരി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പം ഈ പരിചയത്തിന്റെ പുറത്ത് ഇവനാണ് അവനോട് പറഞ്ഞു, എടാ ട്രക്കേ വാ, ഇതുപോലെ അപ്പം ഇച്ചിരി ട്രക്കിങ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കാം, നമുക്ക് ഒരുമിച്ച് ഓടിക്കാം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് ഇവനെ കൊണ്ടുപോയിട്ട് എന്നിട്ടാണ് ഇതുപോലൊരു അപകടം സംഭവിക്കുക, മരിച്ചു പോവുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിന്റെ ട്രോമയുണ്ടല്ലോ. ഇത് ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നവനെ ഞാൻ കാരണമാണല്ലോ കൊണ്ടുവന്നെന്ന്. ഇതൊക്കെ അവരെ പരിചയമുള്ള മറ്റു പലരുമായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അവരെ എനിക്ക് നേരിട്ട് പരിചയമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ കാര്യമായി ഒന്ന് ആലോചിച്ച് ദേവരാജ അടുത്ത നിമിഷത്തിൽ നമുക്ക് ഉള്ളൂ. എല്ലാവരുടെയും കാര്യം അത്രേ ഉള്ളൂ. എല്ലാവരും പലരും അതിനെ ചിന്തിക്കുന്നില്ലല്ലോ. ഓടുവല്ലേ മറ്റേ ഇന്നാള് പറയുന്ന പോലെ. പണ്ട് നമ്മളെ ഓടുമ്പോൾ നമ്മളെ ഒരു അപ്പം പറഞ്ഞ പോലെ ഇപ്പൊ പുള്ളിയെ കളിയാക്കും. പുള്ളി പറഞ്ഞത് എങ്ങോട്ടാ എല്ലാരും ഈ ധൃതിക്ക് ഓടുന്നേ, പയ്യപ്പയാ പോലെ. അയ്യോ, ഈ പണ്ട് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇച്ചിരി ട്രാഫിക് ഗ്രൂപ്പൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ഈ ഓണൊക്കെ അടിച്ചങ്ങ് ബഹളം വെക്കും. ഇച്ചിരി ഒരു ഇത് വയ്ക്കുമ്പോൾ അവിടെ പോയിട്ട് ഇപ്പം മറിക്കാനൊന്നും ഇല്ലല്ലോ.
പറയണ്ട, അതൊരു വലിയ ആ അപകടം ഒരുമാതിരിപ്പെട്ട നമ്മുടെ ട്രക്കേഴ്സ് ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരു റിയലൈസേഷൻ ആയിരുന്നു. കാരണം നമ്മളാരും ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ഞാൻ നമ്മളാദ്യം ട്രക്കിങ് കയറിയ സമയത്ത് പറഞ്ഞല്ലേ, നമ്മുടെ ഒരു സംഘടന തുടങ്ങാനുള്ള കാരണം തന്നെ അത് അടുപ്പിച്ച രണ്ടുപേര് മരിച്ചു. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരാളോടെ മരിച്ചു. അത് പിന്നെ പറഞ്ഞാൽ ആക്സിഡന്റ് അല്ല, ഞാൻ പറഞ്ഞ പുറകിൽ ഇങ്ങനെ മറ്റേ എനിക്കൊന്ന് ഈ ആക്സിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കണ്ട് ഞാൻ പറഞ്ഞ തല ഇങ്ങനെ അതിന്റെ ഇടയിലായി പോയെന്ന് പറഞ്ഞു. അതായത് അതിന്റെ എയറങ്ങാണ്ട് ഈ ബോഡി ജാമായി. ബാക്കിലത്തെ ടാൻഡം സ്ലൈഡ് ചെയ്യാൻ നേരത്ത് നമ്മള് ചിലപ്പോ റിവേഴ്സ് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു ഇച്ചിരി ഹൈ പൊങ്ങി നിൽക്കുമല്ലോ. അപ്പൊ അത് അന്നും എനിക്ക് വന്ന അങ്ങനെ കണ്ട പുള്ളിയുടെ ടയറും ഇതുമായിട്ട് അങ്ങാണ്ട് ഇതായി. അതെന്ന് വെച്ചാൽ എനിക്ക് വന്ന അന്നത്തെ കാലത്ത് ഈ പുഷ് ബട്ടനേക്കാളും കൂടുതൽ വലിച്ചു വെക്കുന്ന ലിവറാകും. ഏതാ നമ്മള് ഈവൻ ഈ പുഷ് ബട്ടണും വീഴും അതുപോലെ. അല്ല വീഴും, പക്ഷെ പുഷ് ചെയ്തിട്ട് നമുക്ക് മാറാലോ. അല്ല നമ്മളെ പുഷ് ചെയ്യണ ഇത് വീഴുമല്ലോ. അത് വീഴും. നമ്മളെപ്പോഴും ആ നെക്ക് താന്ന് ആ ടയറിന്റെ ലെവലിൽ താന്നിരുന്നിട്ട് നമ്മളത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് മാറിയേ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഈ ചെറിയ പാർട്സ് ഒക്കെ എവിടെയെങ്കിലും കൊണ്ടാ പോലുവേ. ഇന്നാൾ പറഞ്ഞില്ല ഡോർ നമ്മൾ വിൻഡായിരുന്ന സമയത്ത് അങ്ങോട്ട് തുറക്കുന്നുണ്ടോ, അത് വന്ന് തലയടിച്ചാൽ ഒറ്റയടി. അത് അതിനപ്പുറത്തെ മറ്റേ കണ്ടെയ്നറിന്റെ സാധനം വരുവാണെങ്കിൽ അതിന് ഭയങ്കര വെയിറ്റും ഇരുമ്പിന്റെ സാധനമല്ലേ കണ്ടെയ്നർ. ഇതുപോലത്തെ ഇതിന്റെ ഈ ഡോറുമായിട്ടല്ല, അത് വന്ന് ഇങ്ങനെ കണ്ട് വന്ന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പണ്ടെങ്ങാണ്ട് എന്റെ തോൾ ഇങ്ങനെ ഇടിച്ചതാ. അതിന്റെ വേദന എനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞ പിന്നെ, അതായത് മുറിവൊന്നുമില്ല, ഇന്ന് ജസ്റ്റ് ഒന്ന് തട്ട്. ആ ഡോർ ഭയങ്കര ഹെവി ഡോറുമാണ്. ഇവിടെ എന്തായാലും നമ്മുടെ ആ സയന്റിഫിക് മലയാളി എന്ന് പറയുന്ന ചേട്ടൻ, അത് പുള്ളിയുടെ ഡെത്ത് കൺഫേം ആണ്. നമ്മളെ ആ വിവരം അറിയിച്ച ബ്രോയ്ക്ക് ഒത്തിരി താങ്ക്സ് ബ്രോ. നമ്മുടെ എന്നാന്ന് പറയുന്നത് പ്രാർത്ഥനകൾ ഓർക്കാന്നുള്ളതെ. നാട്ടിലെ എനിക്ക് തോന്നുന്നു കോട്ടയംകാരനാണ്. അനീഷ് മോഹൻ കിഡിലും ചാനലായിരുന്നു. അതായത് നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള റോക്കറ്റുകളെ കുറിച്ചും വിമാനങ്ങളെ കുറിച്ചും മോട്ടറിന്റെ പുള്ളി പറയണ എഞ്ചിന്റെ പ്രവർത്തനം അതെനിക്ക് ക്രേസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എഞ്ചിൻ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന എന്തും പുള്ളി ഇതുപോലെ സയന്റിഫിക് ആയിട്ട് നമുക്കൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ഒരു ഫേവറേറ്റ് ചാനലായിരുന്നു സയന്റിഫിക് മലയാളി. സയന്റിഫിക് മലയാളി. ഇതിനെക്കുറിച്ച് ഇതെനിക്ക് തോന്നുന്നു ഈ ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേലി പോലെ കെട്ടിയേക്കുന്നതാണ്. ഈ വേലി പോലെ കെട്ടിയേക്കുന്ന അതിന്റെ സംഭവം എന്നാന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, നല്ല കാറ്റുള്ള സമയത്തുണ്ടല്ലോ, നല്ല കാറ്റുള്ള സമയത്ത് പശുക്കൾക്ക് ഈ അതുങ്ങളെ ഈ 4 കാലം നിൽക്കുന്ന പശുക്കളല്ലേ, അപ്പൊ അതിന് ഒരു പുഷ് ഉണ്ടാവും പശുക്കൾ. അപ്പൊ ആ പശുക്കൾക്ക് വന്ന് ചാരി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇതോ. കാരണം ഇവിടെ ഒടുക്കത്തെ കാറ്റുള്ള സ്ഥലം. ഞാൻ ചോദിക്കുന്നത് അതിന്റെ അപ്പുറത്ത് നിന്ന് തന്നെ അതിന്റെ അപ്പുറത്ത് നിന്ന് തന്നെ അല്ല അവര് കാറ്റ് വരുമ്പോ വരും. അതെല്ലാം വരും. അപ്പൊ അതിന് ഒരു കാരണം എല്ലാം ഈ 4 കാലില് ഈ ബോഡിക്ക് ഭയങ്കര വെയിറ്റ് ഉള്ളതല്ലേ പശുക്കളെ. നമ്മള് കാറ്റുള്ള സമയത്ത് നോക്കിയാ ആ സമയത്തെല്ലാം അതുങ്ങൾ ഇങ്ങനെ വന്ന്, എനിക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഇതൊരു വേലി പോലെ ഇറങ്ങി വന്നുണ്ടോ. ചെറിയൊരു മറ്റേ കൗബോയ്സിന്റെ ആണല്ലേ അത്? അല്ല, അത് ഈ ഫെൻസിന്റെ ഫെൻസ് ഉണ്ടാക്കാൻ വരുന്നതാണ്. എന്റെടാവേ ഓഫ് റോഡ് അല്ല, അത് ഇതുപോലെ ഓഫ് റോഡ് പോലെ മറ്റേ നമ്മുടെ നാട്ടിലെ പോലെ റോഡ് ഉണ്ടോ അല്ലേ? ആണോ? അല്ല, അല്ലെങ്കിൽ അത് അതിലേക്ക് കയറി പോകും. അപ്പൊ ഈ സംഭവം അതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അല്ല, ഇവിടെ എഴുതി വെച്ചാൽ മതി പശുക്കളെല്ലാം അല്ലാതെ ഇവിടെ ട്രെയിൻ പട്ടിയൊക്കെ ട്രെയിൻ ചെയ്യുന്ന പോലെ കാറ്റ് വരുമ്പോ കിടന്നോണം. ഇതിൽ അപകടം നടന്നാണോ അത്? ശരിയാ, അതാണോ ഒരു വണ്ടി ഗോളി കിടക്കുക. അതാണ് റെസ്ക്യൂവിന് വന്നതാ, വേലി പിടിച്ച് അകത്ത് കയറി. റാമിന്റെ ട്രക്കല്ലേ? അതെ, എനിക്കൊന്ന് മറിഞ്ഞു കുത്തി പോയ സംഭവിച്ചു. റോട്ടിൽ നിന്ന് ഓടി കയറിയതാണോ? അല്ല, പിന്നെ ഇവിടുന്ന് അതെ അതിന്റെ മണ്ടയില്ല നോക്കിയേ. അതും പുള്ളിയാണോ? പുള്ളി അല്ല, അത് വേറെയാണ്. അതിന്റെ റെസ്ക്യൂനായോണ്ട് അതെനിക്കൊന്ന് ഉരുണ്ട് ഇങ്ങനെ മറിഞ്ഞാ പോയ. കാരണം അതിന്റെ ഹെഡ് ഇവിടെ അതാ എനിക്ക് തോന്നുന്നു, അതാ ഇവിടെ ഈ ട്രാഫിക് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് കാർ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് വണ്ടി മാറ്റിയിട്ടേക്കുക. ഇവിടെ എല്ലാരും കണ്ടോണ്ട് പോവാ അപകടം. നമ്മൾ തന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ടു. നമ്മളത് കണ്ടതേ ഉള്ളൂ. എല്ലാവരെയും പറഞ്ഞ എന്തിനാന്ന് നമ്മളെ തന്നെ പറഞ്ഞാൽ പോരെ ഇത്രയും ഗ്യാപ്പ് വന്നു. അങ്ങനെ എല്ലാവരും ഗ്യാപ്പ് ഇട്ട് പോയി. ഇതത് അതിന്റെ കൂടെ ഇതാണ്ട് ഇത് ആർവിയുടെ അപകടം.
അല്ല അത് ഇതെന്തോ സിംഗിൾ ലൈന് നമ്മൾ പണിയിട്ടുക. നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മൾ റോളിങ്സിലേക്ക് 10-40 കിലോമീറ്റർ വയോമിങ്. ഞാൻ എന്തായാലും പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ നോക്കാം. അത് പയ്യെ കഴിച്ചാൽ മതി. ഇനി തൊണ്ടയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അത് എത്തിപ്പണിയാവും. പയ്യെ കഴിച്ചാൽ മറ്റേ ചേട്ടൻ പറഞ്ഞാലേ എന്തിനാ തിരക്കുന്നത്, എന്തിനാ തിരക്ക്, പയ്യെ കഴിച്ചാൽ മതി. വയോമിങ്ങിൽ എവിടെയാവാണുള്ളത്? ദേവസ്യാച്ചൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു, റെസ്റ്റ് റൂമൊക്കെ ഉപയോഗിച്ചു, ഒന്ന് ഫ്രഷായി വണ്ടി ഓടിച്ചു തുടങ്ങിയേക്കാം. നമ്മൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മുടെ ഈ ട്രെയിലർ പുത്തൻ ട്രെയിലർ ആയതുകൊണ്ടാണ്. സാധാരണ ഇതിൽ നമ്മുടെ എല്ലാ ട്രെയിലറിൻ്റെ നടുക്കും സിദ്ധ് ട്രക്ക് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ സ്റ്റിക്കറിങ് ഒന്നും വന്നിട്ടില്ല. അതോ ഇനി അവന്മാർ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അറിയത്തില്ല കേട്ടോ, കാരണം ബാക്കിലുണ്ട്. ഒരു കണക്കിന് അങ്ങനെ ഒരു സ്റ്റിക്കറിങ് അവിടെ ഇല്ലാത്തതാണ് നല്ലത്. കാരണം നമ്മുടെ പേരൊരു ഇന്ത്യൻ പേരാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാവുന്നതുകൊണ്ട് ഇടയിലേക്ക് പോകുമ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ നേരിടാൻ എളുപ്പമാണ്. ഇതുപോലെ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോഴേ അത് ഇന്ത്യൻ ട്രക്കാണ്, അത് ഇന്ത്യൻ കമ്പനിയാണെന്നും പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ കൂടെ പോകണമല്ലേ. നമ്മളങ്ങനെ വയോമിങ്ങിലെ ഗ്രീൻ റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയേ. ലവസിൽ നിന്നൊരു കാപ്പി എടുത്തിട്ട് നമുക്കങ്ങ് പോയേക്കാം. കാറുകളൊക്കെ എങ്ങോട്ടാണ് പോണേ? ഡെസേർട്ടിലേക്ക്. ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ, വലിയ മരുഭൂമിയാണ് എൻ്റെ ചുറ്റും. ട്രക്ക് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ദേവസ്യാച്ചൻ ചെറിയൊരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ചീച്ചു മുള്ളിട്ട് വീണ്ടും കിടന്നു. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ക്യാമറ ആംഗിൾ ട്രൈ ചെയ്യുക കേട്ടോ. കുറേ നാളായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സെല്ലാം നമ്മളോട് പറയുന്ന ഒരു ആംഗിളാണിത്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഈ ഒരു ആംഗിള് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കുറേ നാളായി ആൾക്കാർ നമ്മളോട് ഇതുപോലെ പറയുന്നു, നിങ്ങൾ പലരും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഇതിൻ്റെ ഒരു വാല്യൂ അല്ല, ഇതെങ്ങനെ വർക്കൗട്ട് ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു POV സ്റ്റൈൽ തുടങ്ങുവാണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പറയണം. നമ്മളെപ്പോൾ വന്നാലും ഈ ഗ്രീൻ റിവർ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിർത്തി ഇവിടുന്ന് ഒരു കാപ്പി എടുത്തിട്ട് പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ലവ്സ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ കൂടി സോൾട്ട് ലേക്ക് സിറ്റിയിൽ എത്തിയിട്ടേ അവിടുത്തെ സ്പ്രിംഗ് വില്ലിലേ ഉള്ളൂ നമ്മുടെ പോകുന്ന റൂട്ടിൽ ലവ്സ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുമായിരിക്കും. സോൾട്ട് ലേക്ക് സിറ്റിയിൽ ആ ഒരു വലിയ തിരക്ക് സ്പ്രിംഗ് വില്ല് വരെ ഉണ്ടായിട്ട് സ്പ്രിംഗ് വില്ല് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തിരക്ക് കുറയുക സാധാരണ പതിവ്. അപ്പോൾ ആ തിരക്ക് മുഴുവൻ കിടന്നിട്ട് പിന്നെ അവിടെ നിർത്തുന്നതിലും ഇത് നമുക്ക് എങ്ങനെയും അത് കഴിഞ്ഞ് തിരിച്ച് ആ യൂഷ്വൽ ഫ്ലോ ഓഫ് ട്രാഫിക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഒരു ത്വര.
aheste. നമ്മുടെ 8 മണിയായി കേട്ടോ. അപ്പം നമ്മളിപ്പം യൂത്തയുടെ ഹൃദയഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സോൾട്ട് ലേക്ക് സിറ്റി, പാർക്ക് സിറ്റി, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. നമ്മുടെ ജോബായി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കമൻ്റ് ഇടുന്ന പോലെ യൂത്തയുടെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ യൂറ്റ എന്നാണ്. പക്ഷെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസാരം കുറച്ചുകൂടെ കാഷ്വൽ ആക്കാൻ എളുപ്പം യൂത്ത എന്ന് പറയുന്നതായതുകൊണ്ടാണ് നമ്മൾ യൂത്ത എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ POV ഷോട്ട്സ് ഒക്കെ എടുക്കുന്നത് ഹെഡ് മൗണ്ട് ചെയ്തിട്ടാണ്, തലയിൽ ക്യാമറ വെച്ചിട്ട് എടുക്കുന്നത്. ഈ ഒരു വേ ഓഫ് ഷൂട്ടിങ്ങുമായിട്ട് നമുക്ക് അത്ര വലിയ പരിചയമില്ല. തന്നെയല്ല, എനിക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഒരു കോൺസ്റ്റൻറ്റ് ഷെയ്ക്ക് വരുന്നത് കൊണ്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ TV-യിൽ ബിഗ് സ്ക്രീനിലൊക്കെ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, കണ്ണിന് വേദന വരുമെന്നൊക്കെ ഓർത്താൽ നമ്മൾ ഇത്രയും നാൾ അവോയ്ഡ് ചെയ്ത്. പക്ഷേ എന്നാലും ഈ ഒരു വ്യൂ ആകുമ്പോഴത്തേക്കും നമുക്ക് മുമ്പിലത്തെ വ്യൂവും കിട്ടും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ ഡാഷിലെ എന്തെങ്കിലുമൊക്കെ ഒരു ഗേജസ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും പറയാം. അതോടൊപ്പം വേണ്ട ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇത് കാണാം. നമ്മൾ മിററിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം എന്നൊക്കെ ഒരു സാധനം മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്കിതൊന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് തോന്നിയത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അങ്ങനെ നമ്മൾ വേണ്ട സോൾട്ട് ലേക്ക് സിറ്റിയോട് അടുത്തുള്ള ഒരു വലിയ മൗണ്ടൻ റേഞ്ച് കയറാൻ വേണ്ടി പോവാം കേട്ടോ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വലിയ ഇറക്കമുണ്ട്. സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും നമ്മളെ ഏറ്റവും ഈ ഏരിയയിൽ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോൾട്ട് ലേക്ക് സിറ്റിയുടെ കയറ്റം ഇറക്കം. വിൻ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറ്റുന്നത്, നമുക്ക് ബ്ലാക്ക് ഐസ് ഉണ്ടാവും. അപ്പോൾ ടയർ തന്നാതെ അങ്ങനെ സൂക്ഷിച്ച് പോകണം. സമ്മറാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ വേണ്ട 33 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവേ പുറത്തെല്ലാം നല്ല ചൂടാണ്. അപ്പം അതോടൊപ്പം തന്നെ ആ വലിയ ഇറക്കം ഇറങ്ങുമ്പം നമ്മൾ ബ്രേക്ക് മാക്സിമം യൂസ് ചെയ്യാതെ നമ്മൾ ട്രൈ ചെയ്യണം. ഇപ്രാവശ്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഹെവി ലോഡും കൂടെയാണ്. അപ്പം നമുക്ക് കൂടുതൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ ബ്രേക്ക് ഉപയോഗിച്ചാൽ നാച്ചുറലി ബ്രേക്ക് ചൂടാവും, ഡ്രമ്മ് ചൂടാവും, നമ്മുടെ ടയർ കത്താൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറ്റത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാക്സിമം സ്പീഡ് കുറച്ച് എൻജിൻ ബ്രേക്കൊക്കെ മാക്സിമം ഉപയോഗിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പല പ്രാവശ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത്, എവിടെയാണ് എൻജിൻ ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ELD-ൽ നമുക്ക് വാണിംഗ് വന്നു കേട്ടോ. സ്റ്റീപ്പ് ഗ്രേഡ്സ്, ഷാർപ്പ് കർവ്സ്, ഗിയർ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വാണിംഗ്. കൊള്ളാട്ടോ ഈ സംഭവം. ഈ ക്യാമറ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം നേരിട്ട് തന്നെ കാണിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റുമല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് നേടാൻ നമ്മൾ ഡ്രൈവിങ് തുടങ്ങിയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് 3 മണിക്കൂറോടെ ഡ്രൈവിംഗ് ടൈം ഉണ്ട്. ഈ 3 മണിക്കൂർ തീരുന്നതിന് മുമ്പ് നമ്മൾ അരമണിക്കൂറിൻ്റെ ബ്രേക്ക് എടുക്കണം. നമ്മൾ നല്ല ഹെവി ലോഡാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യെ കയറ്റം കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ലോഡായിട്ടുള്ളവരും MT ആയിട്ടുള്ളവരൊക്കെ പറന്ന് കയറുന്നുണ്ട് കയറ്റം. വേണ്ട, നിങ്ങൾ ഈ സ്വിച്ച് കണ്ടോ, ഇത് എൻജിൻ ഫാനിൻ്റെ സ്വിച്ചാണ്. നമ്മളത് ഓണാക്കുവാണ്. അത് ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കയറുമ്പോഴത്തേക്ക് ഓൺ ആയിക്കോളും. വേണ്ട, നിങ്ങൾ കൂളൻ്റ് ഗേജ് കണ്ടോ, കൂളൻറ്റിൻ്റെ ഇപ്പം ഓൾറെഡി പുറത്ത് നല്ല ചൂടാണ്. അതോടൊപ്പം എൻജിൻ ഇപ്പോൾ ഓവറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഇത്രയും വലിയ വെയിറ്റ് വലിച്ചുകൊണ്ടിരിക്കുമല്ലേ. വേണ്ട, അപ്പോൾ ആ വാട്ടർ ടെമ്പറേച്ചറിൻ്റെ ഗേജ് ഓൾറെഡി റെഡിലേക്ക് കയറാറായി. അപ്പോൾ നമ്മളതൊന്ന് മോണിറ്റർ ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. റെഡ് ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻജിൻ ഫാൻ ഓൺ ചെയ്തത്, ഒന്ന് മൊത്തത്തിൽ തണുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം നമ്മൾ വേണ്ട AC മൊത്തത്തിൽ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം കയറ്റം കയറാൻ നേരത്ത്. ഇപ്പോൾ AC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ബങ്കറിലേക്കുള്ള ACയും നമ്മുടെ ACയും നമ്മൾ ഓഫ് ചെയ്തു. അനാവശ്യ ടെൻഷൻ എൻജിന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ഇവിടുത്തെ ട്രക്കുകൾക്കൊക്കെ ഓട്ടോമാറ്റിക് ടേൺ ഓഫ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വാട്ടർ ടെമ്പറേച്ചർ റെഡിലേക്ക് പോയി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വാണിംഗ് കാണിച്ച് അടുത്ത 1 മിനിറ്റിനുള്ളിൽ ഷട്ട് ഡൗൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറാണുള്ളത് എല്ലാവേ. ഇപ്പോഴത്തെ ട്രക്കുകൾക്ക് അങ്ങനത്തെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. എന്തായാലും വർത്തമാനം പറഞ്ഞ് നമ്മൾ കയറ്റത്തിൻ്റെ മുകളിലെത്തി. ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുന്ന് ഓൾറെഡി വേണ്ട നമ്മൾ 29 മൈൽസ്/അവർ അല്ല 46 കിലോമീറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട, നമ്മളെ മുമ്പിൽ കാണുന്ന വലിയ ഇറക്കമാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പയ്യെ എൻജിൻ ബ്രേക്ക് ഇടാം. ഈ ലിവർ ഉണ്ടോ, ഈ ലിവർ 1, 2, 3 അതിടുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എത്രാമത്തെ എൻജിൻ ബ്രേക്കല്ല കിടക്കുന്നതെന്നുള്ള ഇൻഡിക്കേഷനും ഉണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ 41 മൈൽസ്/അവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം സ്പീഡ് കുറച്ച്. നല്ല നീട്ടമുള്ള ഇറക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് പയ്യെ അങ്ങ് പോവാം. എന്തായാലും ഇച്ചിരി സ്പീഡ് കയറും, ഇറക്കമല്ലേ. ഇപ്പോൾ നമ്മൾ കാലയിലെ ബ്രേക്ക് ഉപയോഗിക്കുന്നേ ഇല്ല കേട്ടോ.
നമ്മൾ ഇതുവരെ കാലയിലെ ബ്രേക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല, മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ എൻജിൻ ബ്രേക്കിൽ നമ്മൾ വണ്ടി ഇറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം മോണിറ്റർ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ അതേണ്ട നമ്മുടെ RPM ഉണ്ടല്ലോ, RPM റെഡിൽ കയറാതെ സൂക്ഷിക്കണം. റെഡിൽ അതെങ്ങനെ ഇത് കാരണം എൻജിൻ ഓവറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ റെഡിൽ കയറാറാകുമ്പോഴത്തേക്കും പയ്യെ നമ്മൾ ആക്സിലേറ്റർ ഒന്ന് ചവിട്ടി കൊടുത്ത് എല്ലാം ഒന്ന് ബ്രേക്കിലൊന്ന് അപ്ലൈ ചെയ്ത് നമുക്കിത് കുറയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ഇപ്പോൾ അതേണ്ട സൂചി ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പയ്യെ ഒന്ന് ബ്രേക്ക് ഒന്ന് ചവിട്ടി കൊടുത്തു, ഒന്ന് പമ്പ് ചെയ്തു 2 പ്രാവശ്യം, അപ്പോൾ കുറയും. നമ്മളിപ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് 215 എന്ന് പറയുന്ന ഒരു ഹൈവേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഒരു വലിയ ഡീവിയേഷൻ എടുത്ത് നമ്മൾ ഇൻറ്റർസ്റ്റേറ്റ് 15 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് നമ്മൾ കയറും. ആ 15 ആണ് നമ്മളെ ഓൾ ദ വേ ടു കാലിഫോർണിയ കൊണ്ടുപോകുന്നത്. എന്താ സൈൻ ബോർഡ് കണ്ടോ, ഇൻറ്റർസ്റ്റേറ്റ് 15 സൗത്ത് ടുവേർഡ്സ് ലാസ് വേഗസ്. സമയം 10 മണിയാകാറായി കേട്ടോ. നമുക്ക് വേണ്ട ഇവിടെ ഒരു അടിപൊളി ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ കയറ്റി നിർത്തി നമുക്ക് ബ്രേക്ക് എടുത്തേക്കാം. Turn left on East Highway 54, then take the first right. നല്ല മൗണ്ടൻസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കിടില റെസ്റ്റ് ഏരിയ ആണ്.